സ്നേഹമുള്ളവരെ, ജീവൻ്റെ കവാടം, നിത്യജീവൻ എന്നത് ഒരിക്കലും അവസാനിക്കാത്ത ജീവിതമാണെന്നും ദൈവത്തിൻ്റെ ജീവൻ തന്നെയാണെന്നും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കി. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ജീവൻ നമ്മളിൽ തുടിക്കുന്നു. ഇതാണ് ഒരു ക്രിസ്ത്യാനി. അത് മാമോദീസായിലൂടെയും തൈലലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ആ യേശുവിൻ്റെ രക്തവും മാംസവും ഭക്ഷിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരിലും ആ തുടിക്കുന്ന ജീവനാണ് നമ്മളിലുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞത്, എ ക്രിസ്ത്യൻ ബിക്കം വാട്ട് ഹി ഈറ്റ്സ്. ഒരു ക്രിസ്ത്യാനി അവൻ എന്ത് ഭക്ഷിക്കുന്നുവോ അതുപോലെ ആകുന്നു. ഒരു ക്രിസ്ത്യാനി ഭക്ഷിക്കുന്നത് കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവുമാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോയുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്നതിന് മുമ്പ്, നൽകുന്നതിന് മുമ്പ് വൈദികൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന എന്താ? നമ്മൾ മരിച്ചിരിക്കുന്ന അവസ്ഥയാണോ? നമ്മൾക്ക് നിത്യജീവനിലേക്ക്, അനന്തമായ ജീവനിലേക്ക് നൽകുന്നതെന്നാണ് അർത്ഥം. തീർച്ചയായിട്ടും പാപം മൂലം മരിച്ച എന്തെല്ലാം മരണാവസ്ഥ നമ്മളിലുണ്ടെങ്കിലും ആ പാപത്തിൻ്റെ പരിണത ഫലമായ മരണത്തെ യേശുക്രിസ്തു ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ മരണത്തിലൂടെ നമ്മുടെ മരണത്തെ വിജയിപ്പിച്ചു. ത്രൂ ഹിസ് ഡെത്ത് ഹി കോൺകേർഡ് ഡെത്ത് എന്ന് പറയുന്നത്. യേശു തൻ്റെ മരണം നമുക്ക് നൽകിക്കൊണ്ട്, അഥവാ നമ്മുടെ മരണത്തെ യേശു ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ ജീവൻ നമുക്ക് നൽകിയിരിക്കുന്നു. ആ ജീവനാണ് ഈ ജീവൻ്റെ കവാടത്തിൻ്റെ അർത്ഥം. ആ ജീവൻ നമുക്ക് നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ആ ജീവൻ്റെ പൂർണ്ണത നമ്മളിൽ ഉണ്ടാകട്ടെ. അതിനുവേണ്ടി ഈ ശരീര രക്തങ്ങൾ സ്വീകരിക്കുവിൻ. ആദിമസഭയിൽ ഈ ശരീരരക്തം, യേശുവിൻ്റെ ശരീരരക്തം സ്വീകരിച്ചവർ യേശുവിനെ പോലെ ശരീരവും രക്തവും നൽകുന്നവരായി മാറുന്നതാണ്. അന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഇതുപോലെ സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പല സ്ഥലത്തും ഒളിച്ച് അണ്ടർഗ്രൗണ്ടിലെല്ലാമാണ് അവർ ബലിയർപ്പിച്ചിരുന്നത്. പക്ഷെ ആ ബലി അർപ്പിച്ചുകൊണ്ട് ആ ശരീരരക്തം സ്വീകരിക്കുമ്പോൾ അവരിലുണ്ടാകുന്ന ആത്മീയമായ ഒരു തിളയ്ക്കലാണ്. ആത്മീയമായി അവരങ്ങ് തിളയ്ക്കുകയാണ്. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. അതിനുശേഷം പ്രാർത്ഥിക്കുകയാണ്, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസം വഴി കർത്താവ് ഈശോ മിശിഹായുടെ ശരീരവും രക്തവും സ്വീകരിക്കാൻ തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. അപ്പോൾ കർത്താവ് ഈശോ മിശിഹായുടെ ശരീരവും രക്തവും നാം സ്വീകരിക്കുന്നത് ഈ സ്വർഗരാജ്യത്തിൻ്റെ അനന്തതയിലും ഈ അന്ത്യവിധിക്ക് ശേഷമുള്ള മറ്റൊരു ലോകമുണ്ടെന്നും ഒരു പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്കും നമ്മൾ പ്രവേശിക്കുന്നതിൻ്റെ അച്ചാരമായിട്ടാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്നുള്ള ബോധ്യത്തിലാണ്. അതിൻ്റെ അച്ചാരം നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ഈ യേശുവിൻ്റെ ശരീര രക്തത്തിലൂടെ, അതാണ് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞത്, എ ക്രിസ്ത്യൻ ബിക്കം വാട്ട് ഹി ഈറ്റ്സ്. ഒരു ക്രിസ്ത്യാനി അവൻ ഭക്ഷിക്കുന്ന ആ ക്രിസ്തുവിൻ്റെ ശരീരം ഭക്ഷിക്കുമ്പോൾ അവൻ ക്രിസ്തുവായിട്ട് മാറുന്നു. സ്നേഹമുള്ളവരെ, ഈ രക്തസാക്ഷികളുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ പ്രധാന രഹസ്യം ഈ രക്തവും ശരീരവും തന്നെയാണ്. അവർ യേശുവിനെ സ്നേഹിച്ച് യേശുവിൻ്റെ ജീവനുമായിട്ടൊന്നായി യേശുവിൻ്റെ ജീവൻ അവരിൽ തുടിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് ആ നിത്യതയെ മാത്രമാണ്. ഈ ലോകത്തിലെ ഒന്നും അവർ ചിന്തിക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും പ്രധാന ഉദാഹരണമാണ്, അതിലേറ്റവും വലിയ ഒരു രക്തസാക്ഷിയുടെ ചിത്രമാണ് വിശുദ്ധ പത്രോസിൻ്റെ തന്നെ. വിശുദ്ധ പത്രോസ് അന്ത്രയോസും സഹോദരന്മാരാണ്. അന്ത്രയോസിലൂടെയാണ് പത്രോസ്
യേശുവിൻ്റെ ശിഷ്യനാകാൻ വന്നത് തന്നെ. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യോഹന്നാനും അന്ത്രയോസും യോഹന്നാൻ മൗന്താനയുടെ ശിഷ്യന്മാരായിരുന്നവർ. യോഹന്നാൻ മൗന്താന ഇവരെ യേശുവിന് പരിചയപ്പെടുത്തി കൊടുത്തു. യേശുവിന് പരിചയപ്പെടുത്തി കൊടുത്തതാണ്, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. തീർച്ചയായിട്ടും യോഹന്നാൻ മൗന്താന അതിനു മുമ്പ് ഇവരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു കാണും. അങ്ങനെ ആ യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ മുതൽ ആ യേശുവിനെ കാണാൻ കൊതിച്ചിരുന്ന അന്ത്രയോസും യോഹന്നാനും ഇതാ ഇതാ എന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ അവർ പറഞ്ഞു, ഞങ്ങൾ പോട്ടെ അങ്ങോട്ടേക്ക്. യോഹന്നാൻ മൗന്താന പറഞ്ഞു, ഗോ, പോയി വാ. അങ്ങനെ യേശുവിൻ്റെ പുറകെ അവർ പോയി. അങ്ങനെ അവർ യേശുവിനെ കണ്ടു. യേശുവിനെ കണ്ടിട്ട് ഈ രണ്ടുപേർക്കുമുണ്ടായ ഭാവവ്യത്യാസങ്ങൾ അത്ഭുതാവഹമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. യേശുവിനെ നേരിട്ട് കണ്ട് സ്പർശിച്ചു. അതാണ് യോഹന്നാൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം. സുവിശേഷത്തിൽ സ്ഥലമില്ല എഴുതാനെന്ന് പറഞ്ഞ് യോഹന്നാൻ അവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ 4 മണിക്കൂറായിരുന്നു, അഥവാ 4 മണി സമയമായിരുന്നു എന്ന്. എന്തുകൊണ്ട് യോഹന്നാൻ അത് ഓർക്കുന്നു? ഇറ്റ് വാസ് എ ടച്ചിങ് മൊമെൻ്റ് ഓഫ് ഹിസ് ലൈഫ്. അതിനുശേഷം യോഹന്നാൻ യേശുവിനോടൊപ്പം അവിടെ ഇരുന്നു, യേശുവിനെ അനുഭവിക്കുന്നു. എന്നാൽ അന്ത്രയോസിന് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഇതാണ് 2 വ്യത്യസ്ത അനുഭവങ്ങൾ, എ കോൺടെംപ്ലേറ്റീവ് എക്സ്പീരിയൻസ് ആൻഡ് എൻ ആക്റ്റീവ് എക്സ്പീരിയൻസ്. യേശു അനുഭവത്തിൻ്റെ 2 തലങ്ങളാണത്. യോഹന്നാൻ യേശുവുമായിട്ട് ഒട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നു. എന്നാൽ അന്ത്രയോസിന് ഉടനെ പോയിട്ട് ഇത് തനിക്ക് 4 ആളോട് പറയണം. ആദ്യം തന്നെ തൻ്റെ സഹോദരനായ ശിമയോനോട് പറയണം. അങ്ങനെ ശിമയോൻ കടപ്പുറത്ത് വള്ളത്തിൽ അങ്ങ് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ അന്ത്രയോസ് ഓടി വന്നിട്ട് അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ ശിമയോനെ കണ്ട് അവനോട് പറഞ്ഞു. ഇത് വലിയൊരു പോയിൻ്റാണ് ബൈബിളിൽ. അന്ത്രയോസ് യേശുവിനെ കണ്ട് അവിടുന്ന് മിശിഹായാണെന്ന് മനസ്സിലാക്കിയ ആ നിമിഷം മുതൽ അന്ത്രയോസ് ഈ സ്ഥലകാല സീമകളെല്ലാം മറന്നുകൊണ്ട് ഓടിക്കടപ്പുറത്ത് വന്നിട്ട് പറയാണ്, ശിമയോനെ, ഞങ്ങൾ മിശിഹായെ കണ്ടു. ഇത് എനിക്കും നിങ്ങൾക്കും പറയാൻ പറ്റുമെന്നുള്ളതാണ് ഒരു ചോദ്യം. ഞങ്ങൾ മിശിഹായെ കണ്ടു. പത്രോസ് അഥവാ ശിമയോൻ ഉടനെ ഓടി വരികയാണ്. മിശിഹായെ കണ്ടു എന്ന് കേട്ടപ്പോഴേക്കും ഇവിടെയാണ് ശിമയോൻ്റെ ജീവിതത്തിൻ്റെ ചലനം. ശിമയോൻ്റെ ജീവിതം ഒരു അത്ഭുതകരമായ വിളിയിലേക്ക് പ്രവേശിക്കുകയാണ്. അവനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. സ്വന്തം സഹോദരനായ അന്ത്രയോസ് ശിമയോനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു അവനെ നോക്കി പറഞ്ഞു, നീ യോഹന്നാൻ്റെ പുത്രനായ ശിമയോനാണ്. കേപ്പ, പാറ എന്ന് നീ വിളിക്കപ്പെടും. അവൻ്റെ പേരങ്ങ് മാറ്റുകയാണ് ഉടനെ തന്നെ. യോനായുടെ പുത്രനായ ശിമയോനെ, നിന്റെ പേര് ഇനി മുതൽ പാറ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ബൈബിളിൽ പാറ എന്ന് പറയുമ്പോൾ ഉടനെ നമ്മളിലേക്ക് ചിന്ത വരുന്നത് യേശയ്യായുടെ പുസ്തകത്തിൽ 50-51 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തെ അന്വേഷിക്കുന്നവരെ, രക്ഷ തേടുന്നവരെ, നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ, നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവിൻ എന്ന് പറയുന്ന ശബ്ദമാണ്. നിങ്ങളെ വെട്ടിയെടുത്ത പാറ. ഏത് പാറയിൽ നിന്നാണ് നിങ്ങളെ വെട്ടിയെടുത്തത്? വിശ്വാസത്തിൻ്റെ പാറയായ അബ്രാഹത്തിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവം അബ്രാഹത്തിന് കൊടുത്ത വിശ്വാസമാണ് പാറ. യെശയ്യായുടെ പ്രവചനങ്ങളിൽ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അതിൽ പറയുന്ന വലിയൊരു രഹസ്യം ഈ വിശ്വാസത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും അത് നമ്മൾ ആരുടെയും പ്രവൃത്തിയുടെ ഫലമല്ല എന്നതിനെക്കുറിച്ചും കൂടിയാണ്. യെശയ്യാ 51, കർത്താവിനെ അന്വേഷിക്കുന്നവരെ, രക്ഷ തേടുന്നവരെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവിൻ.
നിങ്ങളുടെ പിതാവായ അബ്രാഹത്തെയും നിങ്ങളെ വഹിച്ച സാറയെയും നോക്കുവിൻ. അബ്രാഹം ഏകനായിരിക്കെ ഞാൻ അവനെ വിളിച്ചു, ഞാൻ അവനെ അനുഗ്രഹിച്ചു, അവൻ വർദ്ധിച്ചു പെരുകി. ഇവിടെയാണ് വിശ്വാസത്തിൻ്റെ ഉത്ഭവം. ഈ വിശ്വാസം നമ്മൾ ആരും പരിശ്രമിച്ചിട്ട് കിട്ടിയതല്ല, അബ്രാഹം പരിശ്രമിച്ചതുമല്ല. അബ്രാഹത്തിന് സൗജന്യമായി ദാനമായി കൊടുത്ത വിശ്വാസമാണ്. അന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നില്ലേ, അവൻ ഏകനായിരുന്നപ്പോൾ. അപ്പോൾ ആ പാറയാണ് ഇവിടെ കർത്താവ് പത്രോസിന് കൊടുക്കുന്ന പേര്. നീ ഖേഫ, പാറ എന്ന് വിളിക്കപ്പെടും. പിന്നീട് പറയുന്നുണ്ട്, ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും. അങ്ങനെ അപ്പോൾ മുതൽ കർത്താവിൻ്റെ അത്ഭുതകരമായ വിശ്വാസത്തിൻ്റെ വരം ലഭിച്ച ഒരു വ്യക്തിയാണ് പത്രോസ്. ആ പത്രോസിൻ്റെ ജീവിതത്തിലെ ഉച്ചതാഴ്ചകളെല്ലാം നമ്മൾ സുവിശേഷ ഭാഗങ്ങളിൽ പഠിക്കുന്നുണ്ട്. എന്നാൽ ഇതാ ഒരു സമയത്ത് കർത്താവിൻ്റെ പാറയെന്ന് പറഞ്ഞ് അഭിനന്ദിച്ച ഈ പത്രോസ് തന്നെ അടുത്ത നിമിഷത്തിൽ കർത്താവിനെ തടസ്സപ്പെടുത്തുന്നത് നമുക്ക് കാണാം. അങ്ങ് പോകരുത്. ഉടനെ കർത്താവ് പറയും, സാത്താനെ ദൂരെ പോവുക. വീണ്ടും മറ്റൊരു സ്ഥലത്ത് താൻ ഇത്രയും പരിഗണിക്കുന്ന ഇത്രയും ശക്തനായ തൻ്റെ പ്രധാന അപ്പസ്തോലനെ കൊണ്ട് കർത്താവ് വേദനിക്കപ്പെടുകയാണ്. പത്രോസേ, നാളെ പ്രഭാതത്തിൽ കോഴി 2 പ്രാവശ്യം കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തിരസ്കരിച്ചിരിക്കും. എന്താ ഈ പറയണത് കർത്താവ്? പത്രോസിന് അത് വിചാരിക്കാൻ പറ്റുന്നില്ല, ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്നാൽ കർത്താവ് അത് വേണ്ടിയിരുന്നു, കർത്താവിനത് വേണമായിരുന്നു. കർത്താവ് വേദനിക്കപ്പെടാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. രക്ഷാകര സംഭവത്തിലെ വലിയൊരു രഹസ്യമാണ് അവൻ വേദനിക്കണം എന്നത്. അവിടുത്തെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഈ ജീവിക്കുന്ന രക്തസാക്ഷിത്വത്തിലൂടെയാണ് നമ്മൾ ഓരോ ക്രിസ്ത്യാനികളും കടന്നു പോകുന്നത്. അനുദിന ജീവിതത്തിൽ ധാരാളം വേദനകൾ നമുക്കുണ്ട്. അതൊന്നും മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാതെ അതെല്ലാം ഈ യേശുവിൻ്റെ വേദനയോട് ചേർക്കാൻ നമ്മൾ നിശ്ചയിക്കുകയാണെങ്കിൽ നമ്മളും ഒരിഞ്ചിഞ്ചായിട്ട് ആ രക്തസാക്ഷിത്വത്തിലൂടെ കടന്നു പോവുകയായിരിക്കും. അങ്ങനെ ഇതാ പത്രോസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരവസര സമയമാണ്. യേശു പീഡ സഹിക്കുന്ന സമയത്ത് പത്രോസ് കൂടെ നിൽക്കുകയാണ്. ഇതാ ഒരു വേലക്കാരി പെണ്ണ് പത്രോസിനോട് പറയുകയാണ്, നീയും സത്യമായും അവൻ്റെ ശിഷ്യനാണെന്ന് അറിഞ്ഞപ്പോൾ, എന്താ നിങ്ങൾ ഈ പറയുന്നേ? വാട്ട് ആർ യു ടോക്കിംഗ്? ഞാൻ അവനെ അറിയ പോലുമില്ല. ഇതാണ് ഒരു പച്ച മനുഷ്യൻ്റെ അവസ്ഥ. പരിശുദ്ധാത്മാവ് നിറയാതെ യേശുവിൻ്റെ കുരിശിൻ്റെ, യേശുവിൻ്റെ പീഠാനുഭവത്തിൻ്റെ, യേശുവിൻ്റെ ശരീര രക്തവും ഭക്ഷിക്കാതെ ഇരിക്കുന്ന ഒരുവൻ്റെ അവസ്ഥ ഇതാണ്. എന്നാൽ ആ പത്രോസ് പന്തക്കുസ്താ ദിവസത്തിൽ കർത്താവിൻ്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞപ്പോൾ 10,000 മുമ്പിൽ പത്രോസ് എഴുന്നേറ്റ് നിന്നു എന്നാ പറയുന്നത്. പീറ്റർ സ്റ്റുഡ് അപ്പ്. പത്രോസ് എഴുന്നേറ്റു. പത്രോസ് എഴുന്നേറ്റ് നിന്നിട്ട് പ്രഘോഷിക്കാൻ തുടങ്ങി, യഹൂദ ജനങ്ങളെ, നിങ്ങൾ കുരിശിൽ തറച്ച ഈ യേശു ദൈവപുത്രനായിരുന്നു എന്ന്. അതിശക്തമായ ധൈര്യം, ആത്മധൈര്യം, ജീവൻ അവനിലൂടെ ഒഴുകാൻ തുടങ്ങി. ഈ പത്രോസ് ഇതാ സുവിശേഷ വേല ആരംഭിച്ചത് നമുക്കറിയാം. അവസാനം ആ പത്രോസ് ചെന്നെത്തുന്നത്, പത്രോസും പൗലോസും നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ റോമായിൽ സുവിശേഷം പ്രഘോഷിക്കുകയും നീറോയുടെ അതിഭയാനകമായ പീഡനങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ അതിശക്തമായ സുവിശേഷ വേല നടത്തിക്കൊണ്ട് ഇതാ ഒരു കാലത്തെ റോമ സാമ്രാജ്യം സാവധാനം ഒരു ക്രിസ്തീയ റോമ ആയി മാറാൻ തുടങ്ങുകയാണ്. ആ ക്രിസ്തീയ റോമ ആയി മാറുന്നതിന് വേണ്ടി രക്തസാക്ഷികൾ വേണം. പത്രോസും പൗലോസിൻ്റെയും രക്തസാക്ഷിത്വമാണ് റോമാ നഗരത്തിൻ്റെ ഫൗണ്ടേഷൻ, അല്ലെങ്കിൽ റോമിലെ ക്രിസ്തീയതയുടെ ഫൗണ്ടേഷൻ. അങ്ങനെ റോമിലുള്ള ആളുകളെല്ലാം ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, ധാരാളം പേർ ക്രിസ്തുമതം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ,
നീറോ തീരുമാനിച്ചു ഈ പത്രോസിനെയും പൗലോസിനെയും കൊന്നുകളയാൻ. അങ്ങനെ അതിശക്തമായ പീഡനത്തിലും വിധേയമായിക്കൊണ്ടാണ് റോമിൽ പൗലോസും പത്രോസും പ്രവർത്തിച്ചത്. നീറോ തീർച്ചയായിട്ടും പത്രോസിനെ കൊല്ലും എന്നത് പത്രോസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹ ശിഷ്യന്മാരെല്ലാം മനസ്സിലാക്കിയപ്പോൾ എങ്ങനെയെങ്കിലും പത്രോസിനെ റോമിൽ നിന്നും നീറോയുടെ ഈ പീഡനത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ പരിശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ട് പത്രോസിനെ നിർബന്ധിച്ച് അവിടെ നിന്നും സ്ഥലം മാറ്റാൻ വേണ്ടി അവർ പരിശ്രമിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, ഞാൻ പോയിക്കോളാം. പത്രോസിനറിയാം ഞാൻ ഓടിപ്പോവുകയാണ്, ഞാൻ ഒളിച്ചു പോവുകയാണെന്ന് പത്രോസിനറിയാം. പത്രോസിന് ആഗ്രഹമില്ല. എങ്കിലും തൻ്റെ ശിഷ്യന്മാർ എല്ലാവരും കൂടി പറയുകയാണ്, പത്രോസ് ആദ്യത്തെ മാർപ്പാപ്പയാണ്, പത്രോസിന് കൊല്ലാൻ വിട്ടുകൊടുക്കരുത്, നമ്മൾ നേടണം എന്നുള്ള അർത്ഥത്തിലാണ് അവർ ശ്രമിച്ചിരിക്കാം. അങ്ങനെ പത്രോസ് ഇതാ റോം വിട്ട് ഓടിപ്പോകുന്ന ഒരു സംഭവം. അങ്ങനെ റോമ വിട്ടുകൊണ്ട് പത്രോസ് ഓടിപ്പോകുന്ന ആ സമയത്ത് ഇതാ കർത്താവ് ഈശോ മിശിഹ ഒരു കുരിശും ചുമന്നുകൊണ്ട് റോമിലേക്ക് വരുന്നു. ഇവിടെയാണ് പത്രോസ് മുമ്പിൽ ചെന്ന് വിടുകയാണ്. കർത്താവിനെ നേരിട്ട്, കർത്താവ് കുരിശും ചുമന്നുകൊണ്ട് നേരിട്ട് പത്രോസിൻ്റെ മുമ്പിലേക്ക് വരികയാണ്. ഇവിടെയാണ് ഈ പ്രസിദ്ധമായ ഈ വചനം, ഡൊമിനോ ഖുവദീസ്, കർത്താവേ നീ എങ്ങോട്ട് പോകുന്നു? കർത്താവ് പറഞ്ഞു, ഞാൻ ക്രൂശിക്കപ്പെടണം, ഞാൻ വീണ്ടും ക്രൂശിക്കപ്പെടാൻ വേണ്ടി ഞാനിതാ റോമിലേക്ക് വരുന്നു. ഇപ്പോൾ പത്രോസിന് മനസ്സിലായി കർത്താവ് ആഗ്രഹിക്കുന്നത് പത്രോസ് തന്നെ ക്രൂശിക്കപ്പെടണമെന്നുള്ളതാണ്. അതോടൊപ്പം അതൊരു വലിയൊരു കൺഫർമേഷനായിരുന്നു. പത്രോസ് പറഞ്ഞു, വേണ്ട കർത്താവേ, ഞാനിതാ മടങ്ങിപ്പോകാം, ഞാൻ ക്രൂശിക്കപ്പെട്ടോളാം, ഞാൻ ക്രൂശ് സ്വീകരിച്ചോളാം. അങ്ങനെ പത്രോസ് വളരെ സന്തോഷമായി. പത്രോസിന് വലിയ സന്തോഷമായി. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. പത്രോസ് കുരിശിനെ, ഈ രക്തസാക്ഷിത്വത്തെ, അല്ലെങ്കിൽ ഈ നീറോയുടെ വധഭീഷണിയെ പേടിച്ചോടുമ്പോൾ കർത്താവ് മുന്നോട്ട് വരികയാണ്. ഓരോ രക്തസാക്ഷിയെയും, ഓരോരുത്തരും രക്തസാക്ഷിയാകുമ്പോൾ കർത്താവ് ഈശോ മിശിഹ തന്നെയാണ് അവിടെ ക്രൂശിക്കപ്പെടുന്നത്. അഥവാ കർത്താവിൻ്റെ മരണവും ബലിയും തുടരുകയാണ് അവിടെ. ഒരുപക്ഷേ ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈശോ അപ്പവും എടുത്ത് വാഴ്ത്തി, രക്തമെടുത്ത് വാഴ്ത്തിയിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവിൻ എന്ന് പറഞ്ഞതിന് ഇങ്ങനെയും ഒരർത്ഥമുണ്ടാകാമോ? ഈശോ ചെയ്ത ഈ ബലി, ഞാൻ ചെയ്തതെല്ലാം നിങ്ങൾ ചെയ്യും, ഇവയേക്കാൾ വലിയവയും നിങ്ങൾ ചെയ്യുമെന്ന് ഈശോ പറഞ്ഞതിന് ഇങ്ങനെയും ഒരർത്ഥമുണ്ടാകാം. കാരണം ഈശോ തൻ്റെ ജീവൻ, രക്തവും ശരീരവും അർപ്പിച്ച പോലെ തന്നെ ഓരോ വിശ്വാസിയും ഈശോയുടെ ജീവിതവുമായിട്ട് ഒന്നായി കഴിഞ്ഞിരിക്കുന്നു. ഈ ബലിയർപ്പണം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോ തരത്തിലും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ പത്രോസ് മുന്നോട്ട് പോകുമ്പോൾ ഈശോ ഇങ്ങോട്ട് വരുന്നത് കണ്ട് പത്രോസിന് മനസ്സിലായി, ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഞാൻ റോം വിട്ടു പോകരുത്, ഞാൻ ഈ റോമിൽ തന്നെ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി കുരിശ് സ്വീകരിക്കണം എന്നത് പത്രോസിന് പൂർണ്ണമായിട്ട് ബോധ്യമാവുകയും പത്രോസ് അത് വലിയ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, ഇവിടെയാണ് ആത്മധൈര്യത്തിൻ്റെ ഒരവസ്ഥ. എന്തുകൊണ്ട് പത്രോസിനും പത്രോസിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും നീറോ പത്രോസിനെ കൊല്ലുമെന്നറിഞ്ഞിട്ട് അവിടെ നിന്ന് ഒളിച്ചോടിപ്പോകാൻ, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെച്ച് പോകാൻ ചിന്തിച്ചത്? അവിടെ കർത്താവ് മുന്നോട്ട് വന്നിട്ട് പത്രോസിന് ആത്മധൈര്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്.
എല്ലാ രക്തസാക്ഷിത്വത്തിലും നമ്മൾ കാണാവുന്ന ഒരു അവസ്ഥ ഇതാണ്. ഇത് ദൈവത്തിൻ്റെ ഹിതമാണ്. ദൈവത്തിന് ഇത് ആവശ്യമുണ്ട്, യേശുവിന് ഇത് ആവശ്യമുണ്ട്. ആ രക്തസാക്ഷികളുടെ ചുടുനിണത്താലാണ് സഭയുടെ അടിത്തറ പണിയപ്പെടേണ്ടത്. അതിന്നും തുടർന്നു കൊണ്ടിരിക്കണം. ഇന്ന് നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ലോകത്തിലുമെല്ലാമുള്ള രക്തസാക്ഷിത്വം ദൈവം ആഗ്രഹിക്കുന്നതാണ്. നമ്മൾ ഓരോരുത്തരിൽ നിന്നും അതുപോലെ പലതരത്തിലുള്ള സഹനങ്ങളും സാക്രിഫൈസുകളും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ആത്മധൈര്യമുണ്ടെങ്കിലേ ആ രീതിയിൽ മനസ്സിലാകുകയുള്ളൂ. ഇവിടെ പത്രോസിന് കർത്താവ് ആത്മധൈര്യം കൊടുക്കുകയാണ്. അങ്ങനെ പത്രോസ് മടങ്ങി കൂട്ടുകാരുടെ അടുത്തേക്ക് വന്നു. അവിടെ വെച്ചിട്ടാണ് ഇതാ വീണ്ടും സമയമായി എന്ന് മനസ്സിലായി. നീറോ പത്രോസിനെ കുരിശിൽ തറച്ച് കൊല്ലുവാൻ വിധിക്കുകയാണ്. നീറോയുടെ പട്ടാളക്കാർ പത്രോസിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കുമ്പോൾ പത്രോസ് അവരോട് കേണപേക്ഷിക്കുകയാണ്, എൻ്റെ നാഥനെ കുരിശിൽ തറച്ച പോലെ കുരിശിൽ തറയ്ക്കരുത്, ഞാൻ അതിന് യോഗ്യനല്ല, മറിച്ച് എന്നെ തലകീഴായി കുരിശിൽ തറയ്ക്കണേ എന്ന് പറഞ്ഞു. ആത്മധൈര്യമാണ് സ്നേഹമുള്ളവരെ, ആത്മധൈര്യമാണത്. യേശുവിനോടൊപ്പമായിരുന്നു കൊണ്ട് യേശുവിൻ്റെ രക്തവും യേശുവിൻ്റെ ശരീരവും ഭക്ഷിച്ച് യേശുവിൻ്റെ ജീവൻ്റെ നിത്യതയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അവിടെ മരണമെന്നതൊന്നില്ല. മരണമെന്നത് വലിയൊരു കാര്യമല്ല. ഈ പത്രോസ് മരിക്കുകയല്ല, മറിച്ച് നിത്യതയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നും ആ റോമ സാമ്രാജ്യത്തിൻ്റെ അഥവാ വിശ്വാസത്തിൻ്റെ, റോമായിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമിട്ടത് ഈ പത്രോസിൻ്റെ രക്തസാക്ഷിത്വത്തിലൂടെയാണ്. ഇതാ പത്രോസിനെ അവർ തലകീഴായി കുരിശിൽ തറച്ച് കൊല്ലുമ്പോൾ പെട്ടെന്ന് മരിക്കുകയല്ല ചെയ്തത്. നിരവധി കുറേ മണിക്കൂറുകൾ ആ ആണികളിൽ കിടന്നുകൊണ്ട് പത്രോസ് ആത്മധൈര്യത്തോടെ ഈ ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിച്ചിരിക്കും. കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ ഓർത്തോർത്ത് കൊണ്ട് നന്ദി പറഞ്ഞിരിക്കും. ഇതാ എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ കുതിച്ചു വരുന്നൊരു വചനം ഇതാണ്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 24 മുതൽ വചനങ്ങൾ പത്രോസ് ഓർത്തിരിക്കും. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്തു വീണഴിയുന്നില്ലെങ്കിൽ അത് വളരെ ഫലം, അഴിയുന്നെങ്കിൽ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനായിരിക്കും. ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനായിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കായിട്ട് പത്രോസിൻ്റെ ഈ രക്തസാക്ഷിത്വത്തിലൂടെ നേടിയ അതിശക്തമായ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിതവും ഈ പത്രോസിൻ്റെ ജീവിതത്തോടൊപ്പം വെച്ചുകൊണ്ട് നമുക്കുണ്ടാകുന്ന നിരന്തരമുള്ള പ്രശ്നങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒളിച്ചോടാതെ അതിനെ ആത്മധൈര്യത്തോടു കൂടി സ്വീകരിക്കാം. നമുക്ക് മുൻപേ കുരിശുമേന്തി വരുന്ന കർത്താവിനെ കാണാം. ഡോമിനോ ഖുവാദീസ്, കർത്താവേ നീ എങ്ങോട്ട് പോകുന്നു? ഇതാ കർത്താവ് വീണ്ടും വീണ്ടും കുരിശുമായി നമ്മളോടൊപ്പം വരുന്നു. കർത്താവ് ആഗ്രഹിക്കുന്നു, നീ എനിക്ക് വേണ്ടി ഇത് സ്വീകരിക്കുക.